ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഇപ്പോൾ നമുക്ക് സ്മൂത്തി അടിച്ചാലോ? നമ്മളിന്നൊരു സ്മൂത്തി അടിക്കാൻ പോവുകയാണ്. അതായത് ഈ വർഷം തുടങ്ങിയത് തൊട്ട് ഇവൻ ജിമ്മിലൊക്കെ വരാൻ തുടങ്ങിയല്ലേ. ഒരാഴ്ച ആയേ ഉള്ളൂ ഈ മാസം മുതൽ. ശരിയാണ്, ഈ മാസം മുതൽ ഒരാഴ്ചയായിട്ട് വരെയാണ്. അപ്പം എത്ര നാളത്തേക്കാണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മളിന്നൊരു വെയിറ്റ് ഗെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളും വെയിറ്റ് ഗെയിനിങ് നോക്കുകയാണ് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മൂത്തി ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. സാധനങ്ങളൊക്കെ ഓരോന്നിട്ട് പരിചയപ്പെടുത്താം, ഇൻഗ്രീഡിയൻസ് ഓരോന്നിട്ട് അല്ലേ. അപ്പോൾ സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നാരങ്ങയല്ല, ഇത് നാരങ്ങ വെള്ളം അടിക്കാൻ പോകണം. ആദ്യം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പാലാണ് മെയിൻ ഐറ്റം. പാല്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇടാത്തതെന്ന് വെച്ചാൽ പഴം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഇടാം. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന പഴം ഏതാണെന്ന് ഞാൻ കുറച്ചൊരു കാണിച്ചു തരാം. ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടിയാണ്. പിന്നെ ഒരു പിടി കപ്പലണ്ടി എടുക്കേ. തൊലി കളയണ്ടേ? തൊലി കളയണ ജോലി നിന്റെ തൊലിയാണ്. തൊലി കളഞ്ഞിട്ട് ഒരു കപ്പലണ്ടി എടുക്കുക. തൊലി കളഞ്ഞ കപ്പലണ്ടി ആണെങ്കിൽ അതായാലും മതി ഗൈസ്. അപ്പോൾ ആ കപ്പലണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പിടി കപ്പലണ്ടി ഞാൻ ഇവിടെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് എല്ലാം കാണിക്കുന്നത്. അതായത് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങൾ 2-3 പേർക്കൊക്കെ ഒരുമിച്ചാണ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഇടണം അല്ലേ. അതെ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവന് വേണ്ടിയിട്ടുള്ളത് ഇവൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പറങ്ങേണ്ടി ഇല്ല ക്യാഷിൻ്റെ 5 എണ്ണം 10 ഒക്കെ ഇടാം. ഞാൻ ഇവിടെ 5 എണ്ണം എടുക്കുന്നുള്ളൂ. 2, 3, 4, 5 പറഞ്ഞ ഒരു 10 ബദാം അല്ലേ. 10 ബദാം. ഓക്കെ, അത് പിസ്ത. 10 ബദാം എടുക്ക്. അത് പീനട്ട് ബട്ടർ ബദാം അതിലിരിക്കുകയാണ്. ഓക്കെ, അതിനൊരു 10 എണ്ണം നിങ്ങൾക്ക് കൂടുതലൊക്കെ ഇടാം, ഇഷ്ടമുള്ള ഇടാം. ഒരു 10 എണ്ണം കൂടി ഇടണം മിനിമം. 10 എണ്ണമായ 10. ഓക്കെ, 10 എണ്ണം ആയിട്ടുണ്ട്. പിന്നെ ഒരു 10 പിസ്ത ഇട്ടോ. പിസ്ത തൊലി കളഞ്ഞിടണേ, തൊലിയോടെ ഇട്ട് കളയല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2-3 പേരുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇടണേ, ഇല്ലെങ്കിൽ കാര്യമില്ല. പിസ്തയൊക്കെ ഓപ്ഷനിലാണ്. പിസ്ത ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടാന്നേ ഉള്ളൂ. കാരണം ഇട്ടതിൻ്റെതായ ഗുണമുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള വിറ്റാമിൻസും പ്രോട്ടീൻസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ആവശ്യമുള്ള പക്ഷെ 2 എണ്ണത്തിൻ്റെ അകത്തൊന്നുമില്ല. അത് കുഴപ്പമില്ല, 10 എണ്ണം ഇട്. പിന്നെ ഒരു 3 to 5 ഒരു 3 എണ്ണമൊക്കെ ഇട്ടാൽ മതി. 3 to 5 ഇത് ഡേറ്റ്സ്. അതിൻ്റെ കുരുകളുണ്ട്. കുരു ഇല്ലാത്തതാണ് ഈന്തപ്പഴം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കണം. കാരണം ഇല്ലെങ്കിൽ പിന്നീട് പഴമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊടിയാൻ പാടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മളിത് ഇത്ര ഇട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അത് ഇത്രയും കൂടെ ആദ്യം ഇതിൻ്റെ ജാറിനകത്തൊട്ടിട്ട് ഇത് നന്നായിട്ടിങ്ങനെ പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഭാഗ്യത്തിന് കറണ്ട് ഇല്ല ഗൈസ്. കറണ്ട് ഇല്ല, പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മളെ പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തോണ്ട് വാടായി. യെസ്. അപ്പോൾ ഗൈസ്, ഇതിങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിക്കണം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ പൗഡറായിട്ടിരിക്കണം. കാരണം പിന്നീട് നമ്മൾ പഴവും പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലെ പൗഡറാകുമ്പോൾ പാടായിരിക്കും. പിന്നെ കട്ടി കിടക്കും. നമ്മൾ ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ കട്ടിക്ക് കിടക്കും. ഇതാകുമ്പം സീനില്ല, ഫുൾ പൗഡറായിട്ട് മിക്സായിട്ട് വരും. ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട സ്റ്റെപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യം എന്ന് വെച്ചാൽ ഓട്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ ഓട്സ് അല്ല, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് ഈ ഓട്സിൽ. കണ്ട ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഓട്സാണ്. അതായത് ഈ പിൻഡോള എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഓട്ടുള്ള ഓട്സാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനി ഒരു 30 ഗ്രാം ഇടുക. ഇത് ഒരു 30 ഗ്രാമിൻ്റെ സ്കൂപ്പാണ്. ഇതെനിക്ക് വേ പ്രോട്ടീനൊക്കെ വെച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂപ്പ് ഇടുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിന് കുറച്ച് കൂടുതലും ഇടാം. ഞാൻ ഇപ്പോൾ എനിക്ക് മാത്രമല്ല ആവശ്യമുള്ളത്, ഇത്ര ഇടുന്നുള്ളൂ. ഇട്ടിട്ട് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവും പാലുമാണ്. അകേശ് പിന്നെ പഴമാണ് എടുത്തിടേണ്ടത്. ഞാൻ ഇവിടെ 2 പഴമാണ് എടുക്കുന്നത്. കാരണം ഇത് ചെറുതായതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ വലിയ റോബസ്റ്റോ അല്ലെങ്കിൽ ഏത്തനൊക്കെ ഇടണമെങ്കിൽ ഒരു പഴം തന്നെ ധാരാളം. അകേശ് നമ്മളടുത്ത് നമ്മുടെ പാലെടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം ഒരു 250 ml നമുക്ക് ഒരാൾക്കല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ 250 ml നമ്മൾ ഇതിനടുത്ത് ഒഴിച്ച് കൊടുക്കുക. പക്ഷേ ഇതാണ് 250 ml ഒരു കപ്പ്. നിങ്ങൾക്ക് ml അറിയണമെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പ് എടുത്താൽ ഇത് ഏകദേശം 250 ml വരും.
എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഇട്ട് ഒഴിച്ച് കൊടുക്കുക. ഫുൾ ഒഴിക്കല്ല, കുറച്ചൊഴിക്കുക. കുറച്ചിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഗൈസ് പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതേപോലെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള പീനട്ട് ബട്ടേഴ്സ് ചൂസ് ചെയ്യുക. അല്ല നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ കിസാനും അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യില്ല. കാരണം അതിൽ ഫാറ്റും ഷുഗർ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ പീനട്ട് ബട്ടറിൽ നിന്ന് 2 സ്പൂൺ ഇടുക. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം നമ്മൾ ആദ്യം കപ്പലിൻ്റെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇട്ടാൽ അത്രയും നല്ലത്. സോ അതിൽ നിന്ന് 2 സ്പൂൺ ഇടുക. കൈസ് അപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ബാലൻസ് ഉള്ള പാലിനകത്ത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം കട്ടി കുറച്ച് കുറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഒരു കവർ പാൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, കാരണം ഫുള്ളായിട്ടുണ്ട്, ഇനി പാലും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി, നമ്മൾ സ്മൂത്ത് റെഡി ആവും. അപ്പം നമ്മുടെ സ്മൂത്തി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയൊക്കെ കുറഞ്ഞ് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഷാർജയിൽ ഒരു ടേസ്റ്റ് ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷ എന്താണ്, കുടിച്ച് നോക്കാം. എന്തായാലും നല്ല ചോക്ലേറ്റ് ഫ്ലേവറിലേക്ക് ഇരിപ്പുണ്ട്. ഇതൊന്ന് ഒഴിച്ച് കുടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൂത്തി. കാരണം നല്ല ഷാർജയൊക്കെ പോലെ ഇരിപ്പുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പറ. സൂപ്പറാ, സീരിയസ് ആയിട്ട് കുടിച്ചു നോക്കും. ഞാൻ നേരത്തെ കുടിച്ചതുകൊണ്ടാണ്. കുടിച്ചു നോക്കും, കുഴപ്പമില്ല. ചോക്ലേറ്റ് ഫ്ലേവർ പോലെ ഇരിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ചോക്ലേറ്റിൻ്റെ ഓട്സും പിന്നെ മമ്മിയാ ചോക്ലേറ്റിൻ്റെ ഓട്സും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കൊള്ളാം, പൊളി സാധനം. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് ഏകദേശം ഒരെണ്ണം തന്നെ 600-800 കാലറീസ് ഒക്കെ വരുമല്ലേ. ഇത് ഫുൾ കുടിച്ച് ഏകദേശം ഒരു 1000 കാലറീസിൻ്റെ അടുത്ത് എത്തും. അപ്പം ഒറ്റ ഇതിൽ നമുക്ക് ഒരു ദിവസം 2 തവണ ഇട്ടോ ഒറ്റരിപ്പിന് കുടിക്കാമെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പോൾ 2 തവണ ഇട്ടോ കുടിച്ച് നിങ്ങൾക്ക് ജിമ്മിലൊക്കെ പോയി നിങ്ങൾ കാലറി സർപ്ലസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. വാരി ഒളിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റും ഗെയിൻ ആവും. മസിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് നടക്കും. രണ്ടും ഒരു ഉപയോഗം. പിന്നെ ഷാർജയുടെ ടേസ്റ്റ് ആണ് മടുക്കയില്ല അല്ലേ. അത് തന്നെ. ഇതേപോലെ കട്ടി കുറച്ചൊക്കെ അടിച്ചാൽ മതി ഗൈസ്. അപ്പം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ കവർ പാൽ ഉപയോഗിക്കാം. ഞാൻ പിന്നെ 250 ml എടുത്തുള്ളൂ. പിന്നെ ഒരുപാട് നേരത്തേക്ക് വിശപ്പും കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു കവർ പാലാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഓരോ കവർ വാങ്ങിക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ടാണ് 250 ml എടുത്തത്. 250 ml മിൽക്കും പിന്നെ അതേപോലെ 250 ml കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. സീനൊന്നുമില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. ഞാൻ ഇത് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയ സമയത്ത് അപ്പോൾ ഏകദേശം ഒരു 2-3 മാസം ഞാൻ ഇത് ഉപയോഗിക്കുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് 59 കിലോ 70 കിലോ ആവാൻ പറ്റി. ഓർമ്മയില്ലേ? അതായത് ഇവൻ്റെ എൻഗേജ്മെൻറ്റിന് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇവൻ്റെ കല്യാണം ആയപ്പോഴത്തേക്കും നല്ല ബൾക്കായിരുന്നു. പിന്നെ ഇപ്പം ഇത് കുടിക്കാതെയൊക്കെ ഇരുന്നിരുന്നാണ് ഞാൻ ഇപ്പോൾ വീണ്ടും മെലിഞ്ഞ് വന്നത്. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് ബൾക്കായി ബസ്സിലൊക്കെ വിളിയണമെന്നുണ്ട് അല്ലേ. ഞാൻ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അറിയാം മാറ്റം ഉണ്ടായില്ലേ. നമ്മളിപ്പോൾ ഒരു 3 മാസം കൊണ്ട് അത്യാവശ്യം ബോഡിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഗൈസ് അല്ലേ. തൊട്ട് ഫുൾ സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരിക്കും എന്തൊക്കെയാണ് വിചാരിക്കണം. ഇടയ്ക്ക് കയ്യിൽ നിന്നൊക്കെ പോകും എന്നാലും. പക്ഷേ ഇതൊക്കെ പോലെ ആകുമ്പം പെട്ടെന്ന് അടിച്ച് കുടിക്കാമല്ലേ. എളുപ്പമുണ്ട്. വേണം സാധനം വാങ്ങിക്കാ. നട്ട്സ് അത്യാവശ്യം കാശാവും. ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ ഡെയിലി പാല് വാങ്ങിക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് തണുപ്പിച്ച് കുടിച്ചാൽ മതി ഗൈസ്. ഉണത്ത പാല് തടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഏകദേശം ഷാർജ കുറച്ചടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഷാർജ കുടിക്കുമ്പോൾ നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വേറെ നിറഞ്ഞു പോകും. അതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ സ്മൂത്ത് അടിക്കണേല എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ കമൻറ്റിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പ്രോട്ടീൻ എന്തെങ്കിലും പ്രോട്ടീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം. വേറെ സീനൊന്നും ഇല്ലല്ലേ. എല്ലാം രാവിലെ കുടിച്ചു. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകാതാകുമ്പം ഒറ്റയടിക്ക് കാര്യം നടക്കും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അടിച്ച് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിപ്പി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.